ഉദ്ധാരണം ശരിയായ രീതിയിൽ കിട്ടുന്നില്ല. ഇത് പലരും നേരിടുന്ന ഒരു ദാമ്പത്യ പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിൽ വരെ എന്ത് ചെയ്യുന്നുണ്ടാക്കുന്നുണ്ടാവും, ഒരു അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, ഫാമിലി ഇഷ്യൂസിലേക്ക് അത് എത്തി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ വളരെ നല്ല രീതിയിൽ വാസ്റ്റായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ചില ആളുകൾക്ക് മെഡിസിൻ കഴിക്കുമ്പോൾ റിസൾട്ട് കിട്ടും, ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടില്ല. ചില ആളുകൾക്ക് ഇത് പറഞ്ഞ പോലെ കൊളസ്ട്രോൾ, ഷുഗർ, BP ഇങ്ങനെയുള്ള അസുഖങ്ങളും അതിൻ്റെ മെഡിസിനും എടുക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ചില ആളുകൾക്ക് ഇനിയിപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള വാഗ്ര പോലെയുള്ള മെഡിസിൻ എടുത്തിട്ടും സ്പെസിഫിക് ആയിട്ടൊരു ആക്ഷൻ അല്ലെങ്കിൽ റിസൾട്ട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണിത് ഇവർക്കൊന്നും ഈ പറഞ്ഞതുപോലെ റിസൾട്ട് കിട്ടാത്തത്, ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നത്, ഇത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട. പ്രത്യേകിച്ച് ചില ആളുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, എനിക്ക് ഒന്നുകൂടെ ഒന്നൊരു പെർഫോമൻസ് കൂട്ടാൻ പറ്റിയെന്ന് വളരെ നന്നായിരുന്നു, ഒരു ടൈമിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഉദാഹരണം കൂടുതൽ കിട്ടുകയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ടതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എസ്പെഷ്യലി സെക്ഷൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രദ്ധിക്കുക. ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണ് നമുക്ക് ഉദാഹരണം കിട്ടുന്നു എന്നുള്ളതും ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ ഇത് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും എല്ലാ സ്ത്രീ പുരുഷരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതറിയുമ്പോഴേ നമുക്കിത് എവിടെയാണ് നമ്മുടെ ഒരു പോയിൻ്റ് മിസ്സിങ് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പുരുഷന്മാർക്കായിരിക്കും ഇതിലൊരു പ്രയാസം, ഉദാഹരണത്തിനൊരു പ്രയാസം അല്ലെങ്കിൽ സെക്സിൻ്റെ ഒരു കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളത്, കൂടുതൽ മെഡിസിൻസും അവർക്കാണ്, കൂടുതൽ പ്രയാസങ്ങൾ അവർക്ക് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഫിസിക്കൽ, രണ്ട് മെൻ്റലാണ്, മൈൻഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഫിസിക്കൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരിക. സിമ്പിളായിട്ട് പറയുകയാണ്, ചില ആളുകൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, അതുപോലെ കൂടുതൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ അസുഖങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ഷുഗറിൻ്റെ പ്രശ്നം കൂടുതലായിട്ടുണ്ട്. അതുപോലെ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ നെർവ്സിനൊക്കെ, നാഡികൾക്കൊക്കെ മരവിപ്പ് അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ, ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ രക്തോട്ടൊന്ന് കുറയും, പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഈ സെൻസേഷൻ ഒന്ന് കുറയും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കൊരു ശരിയായ രീതിയിൽ ഉദാഹരണം കിട്ടില്ല. ഉദാഹരണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് ഡൗൺ ആയി പോവുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരും. അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊന്നും ശരിയായ രീതിയിൽ ഒരു ഉദാഹരണം കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള ഹോർമോണുകൾ അളവിൽ നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബുദ്ധിമുട്ട് കൂടുതൽ വരാൻ സാധ്യത. മസിൽസുകളൊക്കെ നല്ല ലോസായി പോവുക, വീക്ക്നെസ് നല്ലോണം വരിക, സെക്സിനോട് തീരെ താല്പര്യം വരുന്നില്ല, ഉദാഹരണം വന്നാൽ തന്നെ പെട്ടെന്ന് ഡൗണായി പോകുന്ന അവസ്ഥകളൊക്കെ ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ഈ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒന്ന് അസുഖങ്ങൾ സംബന്ധമായിട്ട് ഈ ഒരു ഫിസിക്കൽ ഹെൽത്തിന് എന്തെങ്കിലും കംപ്ലയിൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിൽ വളരെ നല്ല രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തതാണ് മൈൻഡ് റിലേറ്റഡ് ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഈ ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ട് ശാരീരിക പ്രശ്നങ്ങൾ കാരണമായിട്ടാണ് നിങ്ങൾക്ക് ഉദാഹരണം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ടായിരിക്കും, അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും, എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഉണ്ടായിരിക്കും. അതുപോലെ ഹോർമോൺ ടെസ്റ്റുകളിലൊക്കെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അതേ സമയം തന്നെ ചില ആളുകൾ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്നില്ല, അതേപോലെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ബെഡ്റൂമിലേക്ക് എത്തുന്ന സമയത്ത് പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ഉദാഹരണം കിട്ടുന്നില്ല. ഞാൻ ഈ രോഗികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അവരുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും പോൺ വീഡിയോസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷനുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഉദാഹരണം കിട്ടും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊരു പ്രശ്നമില്ല, നല്ല രീതിയിൽ ഉദാഹരണം കിട്ടുന്നുണ്ട്. പക്ഷേ സ്വന്തം പാർട്ട്ണറുടെ അടുത്ത് പോകുന്ന സമയത്ത്, ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ഉദാഹരണം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാതിയായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മൈൻഡ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. കാരണം അവർക്ക് ശാരീരികമായിട്ട് പ്രയാസങ്ങളാണ്, രക്തോട്ടക്കുറവുണ്ട്, അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉദാഹരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ ശരിയായ രീതിയിൽ മാസ്ട്രുബേഷൻ, സ്വയംഭോഗം പോലും ചെയ്യാൻ അവർക്ക് പറ്റിക്കൊള്ളുന്നുണ്ടായിരിക്കില്ല, ശരിയായ രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് വരില്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ
തന്നെയാണ് മറ്റെന്തെങ്കിലും എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടുപോകുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഒരു ഉദാഹരണം അവർക്ക് കിട്ടില്ല. മീൻസ് അവിടെ ഫിസിക്കൽ ഒരു റീസൺ ഉണ്ട്, അത് കാരണമായിട്ട് അവർക്ക് ഇതൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ കാറ്റഗറി, അതായത് ഇവർക്ക് ഒരു രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉദാഹരണമുണ്ട്, എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങൾ ഫോൺ വീഡിയോസ് കാണുന്ന സമയത്തൊക്കെ ഉദാഹരണം കിട്ടുന്നുണ്ട്, മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് ഹാപ്പിയാണ്, ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ, പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് റൂമിലെത്തിക്കഴിഞ്ഞാൽ ഡൗൺ ആയി പോകുന്നുള്ളത്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് മൈൻഡാണ്. മൈൻഡിന് ഇതിൽ നമ്മുടെ സെക്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെക്സിനോട് താല്പര്യം, ഉദാഹരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല, ഒരു ടച്ചിങ്ങിന് എന്തെങ്കിലും ഇവിടെ പോയി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു വിഷൻ എന്തെങ്കിലും സംഗതി കാണേണ്ട സാഹചര്യം അവർക്ക് വേണ്ടതില്ല. ഈവൻ ഒരു പുരുഷന് ഒന്നുമില്ല, ജസ്റ്റ് അവന് ഒരു സെക്സ് റിലേറ്റഡ് ആയിട്ടൊരു വിഷയം, അവനക്ക് താല്പര്യമുള്ളൊരു വിഷയം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തോട്ട് ചെയ്താൽ മതി, ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അവനിൽ സെക്സിൻ്റെ ഒരു താല്പര്യം വരികയും ഉദാഹരണം ഉണ്ടായി വരികയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ്, ചില ചിന്തകൾ, ഇതിനോടുള്ള താല്പര്യങ്ങൾ, അതെന്ത് ചെയ്യും, നമ്മളെ മൈൻഡിന് ഒരു സ്റ്റാറ്റസ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഉദാഹരണത്തെ നല്ല രീതിയിൽ ബാധിക്കേണ്ടതെന്ന് തന്നെയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പോകുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ എൻ്റെ പാർട്ട്ണർ അടുത്ത് വരുന്ന സമയത്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല, ഉദാഹരണം കിട്ടുന്നില്ല എന്ന് ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, റയറായിട്ട് വന്ന് പറയാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ ഒരു മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന ഒരു പോൺ വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടുപോകുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന സ്റ്റാറ്റസ്, മൈൻഡിൻ്റെ സ്റ്റാറ്റസ് അല്ല സ്വന്തം പാർട്ട്ണറുമായിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്റ്റാറ്റസ്. ചിലപ്പോൾ നമുക്ക് ഒരു താല്പര്യമില്ലാത്ത വിഷയങ്ങൾ അവർ ഡിസ്കസ് ചെയ്യും, അങ്ങനെയുണ്ട്. ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു സംഗതിയാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാൻ റൂമിലേക്ക് എത്തുമ്പോൾ തന്നെ ആകെ ഡൗൺ ആയിട്ട് പോകും. നല്ല താല്പര്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും വന്നതായിരിക്കും, നല്ല ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടായിരിക്കും, കൂടുതൽ ഏജൊന്നുമില്ല, വേറെ മെഡിസിനൊന്നും കഴിക്കുന്നില്ല, എല്ലതും ഓക്കെയാണ്. പാർട്ട്ണർ അടുത്ത് വന്നു, ഭാര്യ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു വിഷയം എടുത്താണ് സംസാരിക്കാനായിട്ട് തുടങ്ങിയാൽ മതിയായിരിക്കും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആകെ ഡൗൺ ആയിട്ട് പോകും. അത്രയും സമയം ഇൻട്രസ്റ്റോട് കൂടി വന്ന പുരുഷന് അതോട് കൂടിയിട്ട് ആകെ എന്ത് ചെയ്യും, ഫ്യൂസ് പോകും. അപ്പോൾ ഇത് സർവ്വസാധാരണമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യണം, പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ബെഡ്റൂമിൽ കൊണ്ടുവരുന്നൊരവസ്ഥ വരരുത്. രണ്ടാമത് ഇതിൽ മറ്റൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഫോർ പ്ലേയിൽ നല്ലോണം എൻഗേജ്ഡ് ആണ്. ചില പാർട്ട്നേഴ്സിന് എന്ത് വരുമ്പോൾ തന്നെ നേരെ സെക്സിലേക്ക് ബന്ധപ്പെടുന്ന ഒരു ഇതിലേക്ക് ഡയറക്റ്റായിട്ട് പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അതൊരിക്കലും പാടില്ലാത്തതാണ്. രണ്ടുപേരും പരസ്പരം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കണം. അത് എല്ലാ നിലയിലും എൻഗേജ്ഡ് ആകാൻ പരമാവധി ശ്രദ്ധിക്കണം. അതെന്തിനാണ്, രണ്ട് മനസ്സുകളും രണ്ട് ശരീരവും കൂടി ചേരുമ്പോൾ മാത്രമേ നമുക്കവിടെ സെക്സ് ആസ്വദിക്കാൻ പറ്റുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മനസ്സ് വേറൊരു ഭാഗത്തും ശരീരം വേറൊരു ഭാഗത്തും ആയി കഴിഞ്ഞാൽ ഒന്നും പോസിബിൾ അല്ല. ഇനി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഭാര്യയുമായിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ വേണമെന്നില്ല. ഇനി വേറെ സിമ്പിളായിട്ട് പറയാം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവന് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ചിലപ്പം കടങ്ങൾ മറ്റങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നാളെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്നും വരുന്നത് പോലെ പാർട്ട്ണർ അടുത്ത് വരുന്നു, ചിലപ്പോൾ വൈഫിന് നല്ല താല്പര്യം ഉണ്ടായിരിക്കും, അതിന് പോസിറ്റീവായിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിന് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു വലിയ താല്പര്യക്കാരൻ ഉണ്ടായിരിക്കില്ല. ചിലപ്പം നാളെ രാവിലെ എണീക്കണം, നാളെ മീറ്റിങ്ങിന് പോകണം, പിന്നെ നാളെ അയാളെ കാണാണ്ട്, ഇങ്ങനെയുള്ള മൈൻഡുകളായിരിക്കും. അപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് മനസ്സ് വേറൊരു സ്ഥലത്തും ശരീരം റൂമിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ സാറ്റിസ്ഫൈ ആകാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതും നമ്മൾ നോക്കേണ്ടതാണ്. ഇനി ഇതും അല്ലാതെ അതിന് കൂടെ ചേർത്ത് നിർത്തി പറയേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, മനസ്സ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സെക്സിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ഒരു 40-45 ഏജ് ആയിട്ടുള്ള പൊതുവെ പുരുഷന്മാർ പറയുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഈ പൊതുവെ അവർക്ക് കണ്ടുവരുന്ന പ്രശ്നമാണ് ഈ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സെക്സ് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഉദാഹരണം ശരിയായ രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് 40 വയസ്സുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് പൊതുവെ എന്താണ്, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു താല്പര്യക്കുറവ് കണ്ടുവരാറുണ്ടെന്നില്ല. ആ ഒരു ദമ്പതികൾക്കിടയിൽ താല്പര്യക്കുറവ് കണ്ടുവരാറുണ്ട്. 40 എസ്പെഷ്യലി ഒരു 60 ആണെന്നുണ്ടെങ്കിൽ കണ്ടോ. കാരണം എസ്പെഷ്യലി അവർക്ക് മെൻസസൊക്കെ ചിലപ്പോൾ നിൽക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ മെൻസസൊക്കെ നിലനിന്നിട്ടുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ വരുന്നൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ചിലപ്പോൾ
വേണ്ട, ഇനി ഒരു ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ അവരെ ഭാഗത്തിൽ നിന്ന് ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ പുരുഷനും എന്ത് ചെയ്യും, പിന്നീട് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. ഇനി അതുമല്ല, ഈ ഭാര്യയ്ക്ക് നല്ല താല്പര്യമുണ്ട്, നല്ല ആക്റ്റീവായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇതൊന്നുമില്ല, വലിയ രീതിയിലൊന്നുമില്ല, പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ തയ്യാറായിട്ട് വരികയും ചെയ്യും. പക്ഷെ അങ്ങനെ രണ്ടുപേരും തയ്യാറായിട്ട് വരികയും ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും അസുഖം കാരണമായിട്ട് ചിലപ്പോൾ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ചിലപ്പോൾ ഒരു ഉദാഹരണക്കുറവൊക്കെ ഉണ്ടായിരിക്കും, രക്തോട്ടൊക്കെ കുറഞ്ഞത് കാരണമായിട്ട്. പക്ഷെ ഭാര്യ വന്നിട്ട് എന്ത് പറയും, ഇനി നിങ്ങൾക്കൊണ്ടാവില്ല, നിങ്ങൾക്ക് വയസ്സായിക്കാണ്, നിങ്ങളെ കൊണ്ട് ഇങ്ങനെ നടക്കൂല. ഈ ഒരു ടോക്കിങ്, ഈ ഒരു ഡൗണിങ്, ഈ ഒരു സംസാരം വളരെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ആരെ ബാധിക്കും, ഈ പുരുഷനെ, ഈ ഒരു പാർട്ട്ണറെ, ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ ബാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആകെ ഡൗൺ ആയിട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീട് ഭാര്യയുടെ കൂടെ ഈവൻ ഒരു ബെഡിൽ പോലും കിടക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല, ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഒരു ഇൻറ്റിമസി കാണിക്കാൻ പോലും ആർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല, ചിലപ്പം ഈ പുരുഷന് താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീക്കും പുരുഷനും രണ്ടു പേർക്കും സെക്സിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ പരസ്പരം ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുക, അത് പോസിറ്റീവ് ആണെങ്കിലും ശരി, നെഗറ്റീവ് ആണെങ്കിലും ശരി, എന്നിട്ട് അതിനെ കുറ്റപ്പെടുത്താതെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അതിന് സൊല്യൂഷൻ കാണാമെന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ചില പാർട്ട്നേഴ്സ് വരാറുണ്ട്, പുരുഷനും സ്ത്രീ രണ്ടു പേരും വരാറുണ്ട്. ഞാൻ പൊതുവെ ചില ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഭാര്യയും കൂടെ കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വരണം എന്ന് പറയാറുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് പറയും, ഞാൻ ചില ആളുകൾക്ക് മോശത്തരം ഉണ്ടായിരിക്കും, ഞാനിങ്ങനെ ഭാര്യനെ ഇങ്ങനെ കൊണ്ടുവരാം, ഭാര്യയോട് പറയാം മോശമില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ അവരോട് പറയും, നിങ്ങൾ രണ്ടു പേരും വരിക, എന്നിട്ട് എന്താ ചെയ്യൽ, ഞാൻ ഈ വ്യക്തിയോടാണ് സംസാരിക്കുക, പക്ഷേ പാർട്ട്ണർ എന്ത് ചെയ്യണം, ഇതെല്ലതും അറിഞ്ഞിരിക്കണം. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, അദ്ദേഹത്തോട് എങ്ങനെ നമുക്ക് പെരുമാറണം, അതില്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ എന്ത് ചെയ്യണം, ആരറിഞ്ഞിരിക്കണം, പാർട്ട്ണർ അറിഞ്ഞിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് വയസ്സായി, ഇനി നിങ്ങൾക്ക് ഉദ്ധാരം കിട്ടൂല, ഇനി നിങ്ങൾക്ക് ഇതൊന്നും പോസിബിൾ അല്ല എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തലുകളോ കുറച്ചിൽ പറയലുകളോ ഒന്നും അല്ല അത് വേണ്ടത്. അവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും സപ്പോർട്ട് വേണ്ടതുണ്ട്. ഇതേ സമയം ചില ആളുകൾ എന്താ ചെയ്യാറ്, അതും കൂടെ ഞാൻ പറയാം, ചില ഭാര്യയും ഭർത്താവും തന്നെ എന്ത് ചെയ്യും, രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഇതിനോട് എന്ത് ചെയ്യാറുണ്ട്, ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ നടത്താറുണ്ട്. ഡോക്ടറെ, അവർക്ക് ഇന്നാലൊന്ന് പ്രശ്നം ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, അവർക്ക് മുമ്പൊന്നുമില്ലായിരുന്നു, ടെൻഷൻ കൂടിയതാണെന്ന് അവരിങ്ങോട്ട് പറയും, ഭാര്യ ഇങ്ങോട്ട് പറയും. അപ്പോൾ സ്വാഭാവികം അവർക്കറിയാം, അത് അവർ തമ്മിലുള്ള ഒരു ഇൻറ്റിമസിയാണ്, അവർ തമ്മിലുള്ള പരസ്പരം ആ ഒരു പങ്കുവെക്കലാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളാകുമ്പോൾ രണ്ടുപേരും പരസ്പരം അറിഞ്ഞിട്ട് ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും സഡനായിട്ട് തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതല്ലാത്ത കാലത്തോളം എന്ത് ചെയ്യും, ഇതിലിങ്ങനെ സിഗ്സാഗായിട്ട് ചിലപ്പോൾ മെഡിസിൻ കുടിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടായിരിക്കും, ചിലപ്പോൾ റിസൾട്ട് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യം നമ്മൾ നിർബന്ധമായിട്ട് അറിയുക, ഒന്ന് ഫിസിക്കൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റൊന്ന് മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ഹെൽത്ത് മേഖലകൾ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ സെക്സ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ചിലത് നമുക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും, ഹോർമോൺ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും, അതിൻ്റെ എല്ലാം സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ചിലത് നമുക്ക് എന്തെങ്കിലും എക്സസൈസുകൾ നല്ലോണം ചെയ്യേണ്ടതുണ്ട്, അത് നമ്മൾ ചെയ്യേണ്ടി വരും. അതുപോലെ ചില കേസുകൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഔട്ടിങ്ങിന് പോകേണ്ടതുണ്ട്, യാത്ര പോകണം, നിങ്ങൾ സ്വകാര്യമായിട്ട് എന്ത് ചെയ്യണം, ബെഡ്റൂമുകൾ കാര്യങ്ങളും എന്ത് ചെയ്യും, കൂടുതൽ സമയം ചിലവഴിക്കണം. ചിലത് എന്ത് ചെയ്യണം, നമ്മൾ നല്ല സ്മെല്ല്, നല്ലൊരു എൻവയോൺമെൻറ്റ് മാറ്റേണ്ട കണ്ടീഷനുകൾ വരാറുണ്ട്. ചിലപ്പം ബെഡിൻ്റെ പൊസിഷനൊക്കെ മാറ്റേണ്ടി വരും, ചിലപ്പം ബന്ധപ്പെടുന്ന പൊസിഷൻ മാറ്റേണ്ടി വരും. അങ്ങനെ പലതും നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഫീലിങ്സുകളിൽ മാറ്റങ്ങൾ വരും, കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും, സെക്സ് മറ്റൊരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ സെക്ഷൽ താല്പര്യം കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഒന്നുകൂടെ ഒരു മാറ്റം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ട് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.